പാലക്കാട് DCCക്ക് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധം നടക്കുകയാണ്. BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കോലം കത്തിച്ചതിൽ പ്രതിഷേധിച്ചാണ് DCC ഓഫീസിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെയും DCC പ്രസിഡന്റ് A തങ്കപ്പന്റെയും കോലം കത്തിച്ചുകൊണ്ടാണ് പ്രതിഷേധം. കോൺഗ്രസിൽ താഴെത്തട്ട് മുതൽ ഏറ്റവും ഉന്നതൻ വരെ അഴിമതിക്കാരാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോലം കത്തിക്കുന്നത്. BJP ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവനാണ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുക. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കോൺഗ്രസ് പാർട്ടി തുലയട്ടെ. ജയ് ജയ് BJP. ജയ് ജയ് BJP. ജയ് ജയ് യുവമോർച്ച. ജയ് ജയ് യുവമോർച്ച. ജയ് ജയ് BJP. ജയ് ജയ് BJP. ജയ് ജയ് യുവമോർച്ച. ജയ് ജയ് യുവമോർച്ച. പ്രതിഷേധം 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 BJPയുടെ പ്രതിഷേധം. അരുൺ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അരുൺ, BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കോലം കത്തിച്ചിരുന്നു കോൺഗ്രസ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് യുവമോർച്ചയുടെ മാർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ. നിലിമ, യുവമോർച്ചയുടെ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പാലക്കാട്ടെ DCC ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. DCC അധ്യക്ഷനായ A തങ്കപ്പൻ്റെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും കോലങ്ങളും ഏന്തിക്കൊണ്ടാണ് യുവമോർച്ച ഇത്തരമൊരു പ്രതിഷേധം നടത്തുന്നത്. അല്പസമയം മുൻപ് ഈ രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോലം കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പാലക്കാട് നഗരസഭയ്ക്ക് മുൻപിൽ വെച്ച് കത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അത് ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള വ്യാജ വാർത്തയെ കൂട്ടുപിടിച്ചുകൊണ്ട് ആ വ്യാജ വാർത്ത അടിസ്ഥാനമാക്കി ഇത്തരത്തിൽ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ കോലമൊക്കെ നഗരസഭയ്ക്ക് മുൻപിൽ വെച്ച് കത്തിച്ചാൽ അത് കൈയും വെട്ടി നോക്കിയിരിക്കാൻ ആവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കോൺഗ്രസിൽ അടിമുടി അഴിമതിയാണ്, അതായത് കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷൻ DCCക്ക് ഭൂമി വാങ്ങിയിട്ടുള്ളതിൽ അഴിമതിയാണെങ്കിൽ നേരത്തെ തന്നെ BJP ആരോപണം ഉന്നയിച്ചിരുന്നു. അതായത് പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഭൂമി വാങ്ങിയത് DCC ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി ഭൂമി വാങ്ങിയതിൽ വലിയ അഴിമതി ഉണ്ട് എന്ന് നേരത്തെ BJP ആരോപിച്ചിരുന്നു. അങ്ങനെ DCC മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള സകല ആളുകളും ക്രമക്കേടും അഴിമതിയും മാത്രമാണ്. അത് ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 2G സ്പെക്ട്രം ആണെങ്കിലും കൽക്കരി കുംഭകോണമാണെങ്കിലും അതല്ലെങ്കിൽ മറ്റ് നിരവധി പാമോയിലും കേസ് ഉൾപ്പെടെ നിരവധി അഴിമതികളുടെ കൂത്തരങ്ങായിട്ടുള്ള കോൺഗ്രസ് ഇത്തരത്തിൽ അനാവശ്യ കാര്യങ്ങൾ, അതും ഒരു മാധ്യമത്തിലെ വ്യാജ വാർത്തയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ കോലം കത്തിച്ച് പ്രതിഷേധിക്കുന്നതിലേക്ക് കടന്നാൽ അത് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ യുവമോർച്ച പ്രവർത്തകർ ഈ DCC അധ്യക്ഷന്റെയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെയും കോലവുമായി DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരിക്കുന്നു. ഇപ്പോൾ DCC ഓഫീസിന് സമീപത്ത് ഈ മാർച്ച് പോലീസ് തടഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് BJPയുടെ ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ സംസാരിക്കാൻ പോവുകയാണ്. ഇന്നത്തെ പരിപാടിയുടെ അധ്യക്ഷൻ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അഞ്ജിത്ത്, യുവമോർച്ചയുടെ ജില്ലാ ഉപാധ്യക്ഷൻ ശ്രീ അജേഷ്, യുവമോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ കിരൺ, യുവമോർച്ചയുടെ സംസ്ഥാന സമിതി അംഗം ശ്രീ ലിനീഷ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ AK ഓമനക്കുട്ടൻ അവർകൾ, ശ്രീ P സുരേഷ് അവർകൾ, പാർട്ടിയുടെ ജില്ലാ ഉപാധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ C മധു, ശ്രീ G പ്രഭാകരൻ, മേഖലാ സെക്രട്ടറി ശ്രീ ഹരി പട്ടിക്കര, പാർട്ടിയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ M ശശികുമാർ, മണ്ഡലം ഭാരവാഹികളായ ശ്രീ RG മിലൻ, ശ്രീ അശോകൻ, പാർട്ടിയുടെ മറ്റു ഭാരവാഹികളായിട്ടുള്ള ശ്രീ M സുനിൽ, ശ്രീ K ലക്ഷ്മണൻ, ശ്രീ സുരേഷ് യാക്കര, ശ്രീ അനുരൂപ് മറ്റു തുടങ്ങി പാർട്ടിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, OBC മോർച്ചയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ സുരേഷ് കണ്ണൻ തുടങ്ങി പാർട്ടിയുടെ പ്രിയപ്പെട്ട എല്ലാ സഹപ്രവർത്തകരെ, യുവമോർച്ചയുടെ മണ്ഡലം അധ്യക്ഷൻ ശ്രീ ശ്രീജിത്ത്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കോൺഗ്രസ്സുകാർ ഇവിടെ ഒരു പൊറാട്ട് നാടകം കളിക്കുകയുണ്ടായി. കോൺഗ്രസ്സുകാരുടെ നേതൃത്വത്തിൽ
പാലക്കാട് നഗരസഭയിലേക്ക് ഒരു മാർച്ച് വെക്കുകയുണ്ടായി. ഇവിടെ എന്തിനു വേണ്ടിയാണ് ഈ മാർച്ച് വെച്ചത് എന്ന് കോൺഗ്രസിന്റെ നേതൃത്വം വ്യക്തമാക്കുവാൻ തയ്യാറാവണം. അടിമൂട്ടി കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞൊരു പാർട്ടി, ഏറ്റവും താഴെത്തട്ടിലെ ഇവിടെ DCC ഓഫീസ് വാങ്ങുന്നതിന് എന്ന് പറഞ്ഞുകൊണ്ട് സഹകരണ സംഘങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അഴിമതി നടത്തിയ കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ അധ്യക്ഷൻ ശ്രീ തങ്കപ്പൻ ഇവിടെ ഈ കോൺഗ്രസ് ഓഫീസ് വാങ്ങുന്നതിന് വേണ്ടി 4 വർഷങ്ങൾക്ക് മുൻപ് 5 ലക്ഷം രൂപയ്ക്ക് കരാർ എഴുതുന്നു. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുന്ന സമയത്ത് 2.5 ലക്ഷം രൂപയ്ക്ക് ആ ഭൂമി മറിച്ച് വേറൊരാൾ വാങ്ങുന്നു. ഇത്തരത്തിൽ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയ ഒരു ജില്ലാ പ്രസിഡന്റ് കോൺഗ്രസ് പാർട്ടിയുടെ. ഇനി ഇവരുടെ പ്രതിപക്ഷ നേതാവ് പുനർജനി തട്ടിപ്പ് നടത്തിയ ആള്. എന്തിനേറെ പറയണം, നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഈ കോൺഗ്രസ് പാർട്ടി അടിമുട്ടി തട്ടിപ്പ് നടത്തിയിരിക്കുകയാണ്. യഥാർത്ഥത്തില് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഉളുപ്പുണ്ടെങ്കിലേ മുഴുവൻ കോൺഗ്രസ് ഓഫീസുകളിലും രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കുകയാണ് വേണ്ടത്. ഇത്തരത്തിൽ കള്ളന്മാരെ കൊണ്ട് നിറഞ്ഞൊരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇനിയിവിടെ ഇന്നിവര് പറയുന്ന ആരോപണങ്ങൾ ഇതിനൊന്നും മറുപടി പറയേണ്ട ഒരു ആവശ്യമേ ഇല്ല. ഒരു കേസിൽ പ്രതി പോലുമല്ല BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഈ BPL കമ്പനിക്കകത്ത് ഒരു ഷെയർ ഹോൾഡർ പോലുമല്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെതിരെ നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമാണ്. ഈ കഴിഞ്ഞ ദിവസം മരംമുറി ചാനല് അവര് പുറത്തുവിട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലത്തില് ഇതേ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കന്മാര് ഈ മരംമുറി ചാനലിന്റെ ഓഫീസിലേക്ക് പ്രകടനം വെച്ചിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ടറെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ മരംമുറി ചാനലിന്റെ വാക്കും കേട്ടുകൊണ്ട് കോൺഗ്രസുകാര് ഒരു കോലവും പൊക്കി പിടിച്ചുകൊണ്ട് നഗരസഭാ കവാടത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പമെങ്കിലും നാണവും ഉളുപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതിഷേധം വെക്കേണ്ടത് നിങ്ങളുടെ പാർട്ടി ഓഫീസിനകത്തേക്കാണ്, നിങ്ങളുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഓഫീസിനകത്തേക്കാണ്. കാരണം ഏറ്റവും താഴെയുള്ള ലോക്കൽ ലീഡർ മുതലേ നിങ്ങളുടെ ദേശീയ നേതാവ് വരെ കള്ളത്തരവും വെട്ടിപ്പും നടത്തിയിട്ട് ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്ന നേതാക്കന്മാരെ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. ഇവിടെ BPLന്റെ ഒരു ഷെയർ ഹോൾഡർ പോലും അല്ലാത്ത BJPയുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ നിങ്ങൾ ഇത്തരത്തിലുള്ള നീക്കവുമാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് പാലക്കാട്ടെ BJP നേതൃത്വത്തിന് വിശദമായിട്ടറിയാം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് ഞങ്ങൾക്ക് വളരെ വിശദമായി തന്നെ അറിയാം. ഇവിടെ ഇനിയും ഇത്തരത്തിൽ ഉമ്മാക്കി കാട്ടുവാനാണ് നിങ്ങളുടെ നീക്കമെങ്കിൽ അതിശക്തമായ രീതിയിലുള്ള പ്രതിരോധം നീക്കുവാൻ ഭാരതീയ ജനതാ പാർട്ടിക്കും ഭാരതീയ ജനതാ യുവമോർച്ചയ്ക്കും അതിന്റെ കഴിവ് പാലക്കാടുണ്ട് എന്ന് നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരുടെ നേതാക്കന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി. നിങ്ങള് ഒരു കോലം നഗരസഭാ അങ്കണത്തിൽ വന്ന് കത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ഇതിനെ പ്രതിരോധിക്കാമെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. നിങ്ങളുടെ നേതാക്കന്മാരോട് നിങ്ങളൊന്ന് ചോദിച്ചാൽ മതി. പാലക്കാട്ടെ BJPയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു തരും. നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ വാക്ക് കേട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഉമ്മാക്കികളുമായി ഇനിയും നിങ്ങൾ ഇറങ്ങാനാണ് നീക്കമെങ്കിൽ ഈ കേരളത്തിലെ മുഴുവൻ DCC ഓഫീസുകൾക്കകത്ത് കയറിയിട്ട് രാഹുൽ ഗാന്ധിയുടെ കോലം പച്ചയ്ക്ക് കത്തിക്കാൻ അറിയുന്ന ആർജവമുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയുള്ളത് എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.
പാലക്കാട് DCCക്ക് മുന്നിൽ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് കണ്ടത്.